ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ സാന്ത്വനം 2ൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അതായത് നമ്മുടെ മിത്രയും നമ്മുടെ ആര്യനും തമ്മിൽ ആദ്യമായിട്ടൊരു സ്വരച്ചേർച്ചയാണ്. അതായത് ആര്യന് ഒട്ടും തന്നെ പറ്റുന്നില്ല. കാരണം തൻ്റെ ഭാര്യ എന്തോ ആയിക്കോട്ടെ, തൻ്റെ ഭാര്യ തന്നോടൊരു കാര്യം പറയാണ്ട് അല്ലെങ്കിൽ ചോദിക്കാണ്ട് തൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്തത് ആര്യൻ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അലോകിനെ പോയി കണ്ടതിലല്ല ആര്യൻ്റെ വിഷമം, തന്നോടത് മറച്ചു വെച്ചു എന്നുള്ളതാണ് ആര്യൻ്റെ ഏറ്റവും ഭയങ്കര സങ്കടം. അപ്പം അത് മിത്ര അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല, ചെയ്തത് തെറ്റല്ല എന്നുള്ളതാണ് മിത്രയുടെ വാദം. എന്നാൽ ആര്യൻ അങ്ങനെയല്ല, എന്നോട് മറച്ചു വെച്ചത് അത് ശരിയായിട്ടില്ല മിത്ര ചെയ്തത്. കാരണം മിത്ര ഒരു നിമിഷം പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്ക് നീ. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ അവിടെ കുറച്ച് നാൾ പോയി നിന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുക്കാൻ ശ്രമിച്ചവനാണ് നിൻ്റെ ഈ സഹോദരൻ എന്ന് പറയുന്ന അലോക്. അവനൊരു മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റുമോ? ഒരു മനുഷ്യത്വം ഉണ്ടോ അവന്? എൻ്റെ ദേവിയേട്ടത്തിയുടെ വയറ്റിലെ കുഞ്ഞ്, ആ ഒരു പൊടി കുഞ്ഞ് ഉദരത്തിൽ വന്നതേ ഉള്ളൂ, ആ കുഞ്ഞിനെ നശിപ്പിച്ചതാരാ? ഈ പറയണ നിൻ്റെ സഹോദരൻ അലോക്. എൻ്റെ ഒരേ ഒരു പെങ്ങളായ എൻ്റെ അനുവിൻ്റെ ജീവിതം ഇന്ന് ഈ രീതിയിലാക്കിയതാരാ? അലോക്. ആ അലോകിനെയാണോ നീ ഇത്രയും വാഴ്ത്തി നിൻ്റെ സഹോദരനെന്നും പറഞ്ഞ് സഹോദര സ്നേഹം നീ കാണിക്കുന്നത്? എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ എൻ്റെ അടുത്ത് പറയാണ്ട് നീ പോയത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആര്യം വാദിക്കുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു വിഷയം അവരുടെ മുറിയിലാണെങ്കിൽ അതൊരു വല്ലാത്തൊരു ഒരു ഒച്ചപ്പാടിലോട്ട് പോവാണ്. ആര്യൻ ഒരു പായൊക്കെ വിരിച്ചിട്ട് പ്രത്യേക സെപ്പറേറ്റ്, നമ്മളത് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടതുമാണ്. അപ്പം ആര്യൻ തീർത്ത് പറയുന്നുണ്ട്, അതായത് വേറൊന്നുമല്ല, എന്തായാലും നീ ചെയ്ത തെറ്റ് തന്നെയാണ്, എനിക്കത് പൊരുത്തപ്പെടാൻ പറ്റില്ല. ഈ ദേവമംഗലത്ത് നിന്നുകൊണ്ട് നീ കൃഷ്ണമംഗലത്ത് നിൻ്റെ സഹോദരനെന്ന് പറയുന്ന ആ മനുഷ്യ ഗുണമില്ലാത്ത ആ ദ്രോഹിയോട് അതായത് ഒരു ബന്ധം, അതായത് സഹോദര ബന്ധം കാണിച്ച് നീ അവൻ്റെ സൈഡിൽ നിൽക്കുന്നത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് തരുന്ന ഒരു കാര്യമല്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു നീ ഈ ദേവമംഗലത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മിത്ര ചോദിച്ചു, അതായത് ഞാൻ ഈ ദേവമംഗലത്ത് ഇല്ലെങ്കിലും ആര്യന് കുഴപ്പമില്ല എന്നാണോ ആര്യം പറഞ്ഞതെന്ന് ചോദിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ ആര്യം പറയാൻ കേട്ടോ. ആ ഒരു സീനൊക്കെ നമ്മൾ ഇന്നത്തെ കാണുന്നതാണ്. അതോടുകൂടി മിത്രയ്ക്ക് ഭയങ്കര ഷോക്കാവുകയാണ്. അതായത് ആര്യൻ തന്നോട് വെറുപ്പിക്കുന്ന രീതിയിൽ അത്രയും ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ സംസാരിച്ചത് മിത്രയ്ക്ക് അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. മിത്രയ്ക്ക് ഭയങ്കര വിഷമായി പോവാൻ കേട്ടോ. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഒരു ഇങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വഴക്കൊന്നും പുറത്താരും അറിയുന്നില്ല. കാരണം ഗോമതിയോ അല്ലെങ്കിൽ ബാലനോ അവരാരും തന്നെ അറിയുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു സീനായിട്ട് ഇങ്ങനെ മിത്രയുടെ മനസ്സിൽ കിടക്കണം. ആര്യന് അതുപോലെ തന്നെ, അത് ആര്യന് പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആര്യനും കൊണ്ട് നടക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് ഭയങ്കര ചർച്ചയാണ്. അതായത് നമ്മുടെ രാജശ്രീക്കും അച്യുതനും ഒരു വിട്ടുവീഴ്ചയില്ല, മിത്രയെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം എന്ന ഒരേ വാദത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്കും ഹൈപ്പും മറന്നു പോവല്ലേ മുത്തുമണീസേ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണമംഗലത്ത് നമ്മുടെ നന്ദിതയും അനന്തനും തമ്മിലൊരു തീരുമാനം എടുക്കുകയാണ്. അവരുടെ മനസ്സിലുള്ളൊരു തീരുമാനം എന്തെന്ന് വെച്ചാൽ, മിത്രയെയും ആര്യനെയും കൂടെ നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് അംഗീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ദിരാമാരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവർ പറയണത്, നമ്മുടെ മിത്രേനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വരാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുകയാണെന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ പിന്നെ രാജശ്രീയും അച്യുതനും ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ, കൈയടിച്ചങ്ങ് പാസ്സാക്കുകയാണ്. പക്ഷേ ആര്യനെ അംഗീകരിക്കണ കേസ് ജീവനുള്ളിടത്തോളം അച്യുതൻ സമ്മതിച്ച് തരൂല എന്ന് തീർത്ത് പറയുകയാണ് കേട്ടോ. പക്ഷേ ധർമ്മൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അതായത് അവർ തമ്മിൽ നല്ലൊരു ഭാര്യയും ഭർത്താവിനെയും പോലെ തന്നെയാണ് അവർ കഴിയുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് അവരുടെ കുടുംബജീവിതം കലക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ധർമ്മൻ ചോദിക്കുന്നു. പക്ഷേ ധർമ്മൻ അവിടെ ഷടപ്പ് പറഞ്ഞ് അച്യുതനും നമ്മുടെ രാജശ്രീയും നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ അനന്തനും നന്ദിതയും വരെയാണ്. അപ്പം മോളെ മിത്രേ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ഗോമതിയും ബാലനും നമ്മുടെ മീനും എല്ലാവരും വരെയാണ്. അല്ല, ഇവരെന്താ ഇവിടെ? അപ്പോൾ നമ്മുടെ അനന്തൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അതെ ഞാനൊരു വഴക്കിനും വയ്യാവിളിക്കൊന്നും അല്ല കേട്ടോ വന്നത്, എൻ്റെ മോളെ മിത്രയൊന്ന് കാണണമെന്ന് അനന്തൻ പറയാണ്. അപ്പം മിത്ര അച്ഛൻ്റെ ഒരു വിളി കേട്ടിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. കാരണം തനിക്ക് എന്തോ ഒരു ഒറ്റപ്പെടൽ പോലെ മിത്രയ്ക്ക് ദേവമംഗലത്ത് ഫീൽ ചെയ്യാണ്. കാരണം വേറൊന്നുമല്ല, ആര്യൻ ആ രീതിയിൽ ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ടത് മിത്രയ്ക്ക് വല്ലാത്തൊരു പ്രയാസം
തോന്നിയായിരുന്നു. അപ്പോൾ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു സ്വരം കേട്ടപ്പോൾ മിത്ര പെട്ടെന്ന് തന്നെ അച്ഛാന്നുള്ള രീതിയിൽ ഓടി ചെല്ലുകയാണ്. അപ്പം ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ അനന്തേട്ടാന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ മിത്രയെ ഒന്ന് കാണാൻ വന്ന ഗോമതി, മിത്രയെ വിളിക്കാൻ പറയുമ്പോൾ മിത്ര ഓടി വരേണ് കേട്ടോ. അപ്പോൾ പറയും, മോളെ നിന്നെ കൃഷ്ണമംഗലത്തേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണെന്ന് പറയും. ഇത് കേൾക്കണത് മിത്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും ഒക്കെ വരെയാണ്. കാര്യം തന്നെ ഇവിടെ ദേവമംഗലത്ത് വേണ്ട എന്ന് ആര്യൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആ പേരിൽ മിത്ര ഒറ്റപ്പെട്ട് ആര്യൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയത്താണ് തൻ്റെ അച്ഛൻ്റെ ഒരു വാക്ക് ഇങ്ങനെ കേൾക്കണത്. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, അല്ല അതെന്താ അനന്തേട്ടാ മിത്രേനെ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്ക് മിത്ര ഇവിടെയല്ലേ നിൽക്കേണ്ടത്, അതെന്തൂറ്റി അങ്ങോട്ടേക്ക് പെട്ടെന്ന് വിളിക്കണേ? അത് അപ്പോഴേക്കും നമ്മുടെ നന്ദിത പറയും, അത് മിത്രയല്ലേ പറയേണ്ട ഗോമതി, അവളെ ഞങ്ങൾ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണ് എന്നുള്ള രീതിയിൽ പറയണ. ആ സമയത്ത് നമ്മുടെ ബാലൻ വരുന്നുണ്ട്. അപ്പോൾ ബാലൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ പെട്ടെന്ന് മിത്രേനെ കൂട്ടിക്കൊണ്ടു പോകാൻ, ഇവിടെ മിത്രമോക്ക് വേറെ ഏതൊരു ബുദ്ധിമുട്ടോ ഒരു ഇതും ഇല്ലല്ലോ, പിന്നെ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അനന്തം പറയാം, അതല്ല ഇപ്പം ബാല നിൻ്റെ മോൾ അനുവിൻ്റെ കേസ് വന്നപ്പോൾ നീയും ഗോമതിയും കൂടെ വന്ന് അനുവിനെ കൃഷ്ണമംഗലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ മോക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് തിരക്കിയിട്ട് എൻ്റെ മോളെ എനിക്ക് കൃഷ്ണമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ എന്ന് പറയാൻ, അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അനന്താന്ന് ബാലൻ പറയുന്നുണ്ട്. അത് അവർ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട്, അതായത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ അവിടെ വരാൻ എനിക്ക് സമ്മതമാണ് എന്നുള്ളത് പറയാണ്. ഞാൻ ഇനി പോകണ്ട എന്നുണ്ടെങ്കിൽ അത് ആര്യം പറയണം, ആര്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര ചരിഞ്ഞ ഇങ്ങനെ ആര്യൻ്റെ മുഖത്തോട്ട് നോക്കണ്ട കേട്ടോ. അപ്പോൾ ആര്യം ഒന്നും മിണ്ടില്ല. അപ്പോഴേക്കും ഗോമതിക്ക് ഭയങ്കര ടെൻഷനാണ്, മീനും ടെൻഷൻ അടിക്കണം. അല്ല ഇവർ തമ്മിൽ അങ്ങനെ എന്തോ അവരെ മുഖം കണ്ടാൽ അറിയാം, ആര്യൻ്റെ മിത്രയുടെ രണ്ടുപേരുടെ മുഖത്തൊരു വല്ലാത്ത ഒരു വിഷമം, എന്തോ പിണങ്ങിയിരിക്കും പോലെയൊക്കെ ഉള്ള ഒരു അവസ്ഥ. അപ്പം ഗോമതി ചെന്നിട്ട് ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നു, എടാ നീ എന്താ ഒന്നും മിണ്ടാത്തത്, മിത്രമോള് പറയണ കേട്ടില്ലേ, നീ എന്താ പോകണ്ടെന്ന് പറ. അപ്പം മിത്രയ്ക്ക് ഇച്ചിരി ഡിമാൻഡും കൂടെ വരെയാണ്, അതായത് ഞാൻ ഇനി കൃഷ്ണമംഗലത്തേക്ക് പോകണ്ട എന്ന് ആര്യം പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകാണ്ടിരിക്കുള്ളൂ അപ്പച്ചി എന്ന് പറയണേ. പക്ഷെ ആര്യം ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ബാലൻ ചോദിക്കും, അതെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഒതുങ്ങണം. പക്ഷേ ഇതുവരെ ഈ വീട്ടിൽ ഞാനോ അല്ലെങ്കിൽ ഗോമതിയോ അല്ലെങ്കിൽ നിൻ്റെ ഏട്ടത്തിമാരോ ആരെങ്കിലും, ആകാശോ ആനന്ദോ ദേവി മോളോ മീനാക്ഷിയോ ആരെങ്കിലും നിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് പറയുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അതൊന്നുമില്ല ബാലനെങ്കിൽ, അതൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണ്ട എന്നുണ്ടെങ്കിൽ ആര്യം പറയണം എന്നുള്ളൊരു കർശനമാണ്. അപ്പോൾ ഗോമതി വീണ്ടും വീണ്ടും പറയണം, ആര്യ നീ എന്തെങ്കിലും ഒന്ന് പറയുക, അവളല്ലെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പോഴേക്കും നമ്മുടെ ആര്യം പറഞ്ഞു, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, അവൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ, അവൾ പോകണമെങ്കിൽ പോട്ടെ, പിന്നെ അവൾക്കൊരു വിചാരം ഉണ്ടാകും, അവൾ പോയി കഴിഞ്ഞാൽ ഇനി അവിടെ ചെന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും വിളിക്കുമെന്നാണെങ്കിൽ അത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാണക്കെടലായിരിക്കും എന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം പോലും ഞാൻ മാറ്റി വെച്ച് കഷ്ടപ്പെട്ട് നിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ഓരോന്നും ഞാൻ ചെയ്തു തരുന്നുണ്ട്. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, ഓഹോ അപ്പോൾ ഓരോന്നിനും ആരും കണക്ക് കുറിച്ച് വെച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. അതെ, മനസ്സിൽ കണക്ക് സൂക്ഷിക്കാത്തവർക്ക് നമ്മൾ കണക്ക് പറയണമല്ലോ, അതില്ലെങ്കിൽ അവരത് മനസ്സിലാക്കാൻ അറിയില്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ കണക്കുകൾ അന്നേരം അവരെ ഓർമ്മപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ ആര്യം പറയുന്നുണ്ട്. മിത്രയ്ക്ക് അത് വല്ലാത്ത വിഷമമാവുകയാണ്. മിത്ര പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ എന്തായാലും കൃഷ്ണമംഗലത്തേക്ക് വരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറഞ്ഞു, നീ പൊക്കോളൂ, പക്ഷേ ഇവിടെ നിന്ന് ഒരാളും വന്ന് നിന്നെ വിളിക്കുമെന്ന് വിചാരിക്കേണ്ട, എന്നെ ആരും വിളിക്കേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നെ ഇനി ആര്യൻ മാപ്പ് പറഞ്ഞ് വന്ന് വിളിച്ചാലേ ഞാൻ ഇവിടെ ദേവമംഗലത്തോട്ട് തിരിച്ചു വരുള്ളൂ എന്ന് പറയുന്നത്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അത് നിൻ്റെ ജീവിതത്തിലുണ്ടാവില്ല, ആര്യം വന്ന് നിൻ്റെ മുന്നിൽ മാപ്പ് പറഞ്ഞ് വരും എന്നുള്ളത് നീ വിചാരിക്കേ വേണ്ട, അതിനു വേണ്ടി നീ കാത്തിരിക്കുകയും വേണ്ട എന്ന് പറയുന്നുണ്ട്. മിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി തിരിച്ച് ദേവമംഗലത്തോട്ട് വരാൻ പറ്റാണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള പല ടെൻഷനും വരെയാണ്. അനുമോക്കാണെങ്കിൽ ഈ സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അനുമോള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും തമ്മിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എന്താ ഇതിന് കാരണമെന്നുള്ളതൊന്നും പിടുത്തം കിട്ടുന്നില്ല. അപ്പം മിത്ര തീരുമാനിക്കുകയാണ്. അങ്ങനെ മിത്ര നമ്മുടെ നന്ദിതയുടെ കൂടെയും അനന്തൻ്റെ കൂടെയും കൃഷ്ണമംഗലത്തേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷേ ആര്യന് ഒരു കൂസലുമില്ല. ആര്യം പറഞ്ഞു, അവൾ പോക്കോട്ടെ, പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ തിരിച്ചു വിളിക്കാൻ വരുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ അവരുടെ അടുത്ത് ഗോമതിയുടെ അടുത്ത് ബാലൻ്റെ അടുത്തൊക്കെ പറയണേ, നിങ്ങളിവിടെ എന്ത് കാണാനാണ് നിൽക്കണേ, നിങ്ങൾ അകത്തോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ആര്യൻ അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന സീനും കാര്യങ്ങളാണ് കേട്ടോ. ഈ സമയം നമ്മുടെ അനുശ്രീ അങ്ങ്
പൊട്ടി കരയാണ്. കാരണം എന്ന് വെച്ചാൽ അനുവിന് വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പോഴേക്കും ആരെയും ചെന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്തിനാ കരയണത്? അപ്പോഴേക്കും അനു പറയണം, ഇതെല്ലാം ഞാൻ കാരണമല്ല ആര്യേട്ടാ, കാരണം ഞാൻ അലോകിനെതിരെ കേസ് കൊടുത്തിട്ടല്ലേ ഇപ്പോൾ അവരെല്ലാവരും വന്ന് ഈ ഒരു തീരുമാനം എടുത്ത് മിത്രയേട്ടത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഒന്നുമല്ല, ഞാനും മിത്രയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്, അത് ഞങ്ങളിൽ ഒതുങ്ങേണ്ടതാണ്. ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും വന്ന് വിളിച്ചപ്പോൾ അവൾ അതൊരു ഇതം പോലെ കണ്ടുപോയി എന്നേ ഉള്ളൂ, അല്ലാണ്ട് മോൾ ഇതിലൊരു വലിയ വിഷയമൊന്നും ആയിട്ടില്ല എന്ന് അനുവിനോട് നമ്മുടെ ആര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളുടെ ഏകദേശം ഒരു രീതി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറും വരാൻ പോണത് മിത്ര പിണങ്ങി ഇവിടെ നിന്ന് നേരെ കൃഷ്ണമംഗലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിത്രയുടെ അടുത്ത് ഓരോരുത്തരായിട്ട്, അതായത് രാജശ്രീ നല്ല രീതിയിൽ തന്നെ മിത്രയുടെ ചെവി കടിച്ച് ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കൃഷ്ണമംഗലത്ത് എത്തിക്കഴിഞ്ഞാൽ മിത്ര പൊട്ടിക്കരയാണ് കേട്ടോ. അവിടെ നിന്ന് വന്നതിൻ്റെ ഒരു വിഷമം, കാര്യം ആരെ എന്നെ തന്നെ അങ്ങനെ അങ്ങ് തഴഞ്ഞ് കളഞ്ഞല്ലോ എന്നുള്ള ഒരു കുറ്റബോധം. അപ്പോഴേക്കും നമ്മുടെ രാജശ്രീ അങ്ങ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അന്നേരം അനന്തേട്ടനും നന്ദിതേട്ടത്തേക്ക് എന്തായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കൊച്ചി എന്തൊക്കെ മനസ്സിൽ ഒതുക്കി അവിടെ കഴിഞ്ഞിരുന്നതെന്ന്, നമ്മൾ ചെന്ന് വിളിച്ചുകൊണ്ടല്ലേ അവൾ ഓടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജശ്രീ എല്ലാവരും മുമ്പിലും കിടന്ന് വലിയ ഷോ ഇറക്കുകയാണ്. മിത്രയാണെങ്കിൽ ഒരേ കരച്ചിൽ. അപ്പം അനന്തനും നന്ദിതയ്ക്കും ഒന്നും മനസ്സിലാവണില്ല. കാര്യം എന്ന് വെച്ചാൽ ആര്യൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മിത്ര തന്നെ നേരിട്ട് മിത്രയുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണെന്നും തനിക്ക് ആര്യൻ ഇപ്പം എങ്ങനെയാണെന്നും എല്ലാം പറഞ്ഞത് മിത്ര തന്നെയാണ്. ആ മിത്ര തന്നെ ഇപ്പം ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകും എന്നുള്ളത് ആരും കരുതിയില്ല. ഇവർ ചെന്ന് വിളിച്ചു, അപ്പം തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ അപ്പോഴാണ് മനസ്സിലാക്കണം. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, എനിക്ക് ആദ്യം മുതൽക്ക് അറിയായിരുന്നു, ഞാൻ പറയുമ്പോൾ പറയും എൻ്റെ മകൻ അലോക് ജയിലിൽ കിടക്കുന്നുണ്ട്, പകരത്തിന് പകരം വീട്ടിനെയാണെന്നാണ് ഇവിടെ എല്ലാവരും, അമ്മ ഉൾപ്പെടെ ഇവിടെ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നോക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ എത്രത്തോളമാണ്. അവൾ മിക്കവാറും ഇക്കണക്കിന് പോയിരുന്നെങ്കിൽ അവൾ വല്ല കടുങ്കൈ ചെയ്തന്. ഒരു പ്രാവശ്യം കടുങ്കൈ ചെയ്തതാണ്, അതുകൊണ്ട് അവൾ വീണ്ടും മനസ്സിലത് ഓർത്തോർത്ത് അവൾ എന്തെങ്കിലും ചെയ്തനെ, നമുക്കേ ഉള്ളൂ നഷ്ടം, നമ്മുടെ കുഞ്ഞിനെ നഷ്ടമാവും എന്നൊക്കെ പറഞ്ഞ് അച്യുതനും രാജശ്രീയും ഭയങ്കര ഡയലോഗ് അടിച്ചിറക്കുകയാണ് കേട്ടോ. അനന്തൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല. തൻ്റെ മോളുടെ ലൈഫ് എന്ത് പറ്റി എന്നൊക്കെയുള്ള ചിന്ത. ആര്യന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട്. കാര്യം ഒരിക്കലും മിത്ര അങ്ങനെ അങ്ങ് പോകുന്ന ആര്യനും കരുതിയില്ല. പക്ഷേ മിത്രയുടെ വർത്തമാനവും മിത്രയുടെ ആ ഒരു വെല്ലുവിളി പോലത്തെ ഒരു ഇതും ആര്യനെ അത്ര വല്ലാണ്ട് പ്രലോഭിപ്പിച്ചില്ല. അതുകൊണ്ടാണ് ആര്യൻ ആ രീതിയിൽ പറഞ്ഞത്. അതേസമയം മിത്ര അതിൻ്റേതായ രീതിയിൽ ഇപ്പം മിത്രയ്ക്ക് വേണമെങ്കിൽ ഞാനൊന്ന് പ്രഡിക്റ്റ് ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ അച്ഛനും അമ്മയും വന്ന് വിളിച്ചു, അപ്പം മിത്രയ്ക്ക് വേണമെങ്കിൽ ആര്യ ഒന്ന് അകത്തോട്ട് വരും, ഞാൻ ഒന്ന് തീരുമാനിച്ചോട്ടെ, എന്നിട്ട് അവർക്ക് രണ്ടുപേർക്ക് ഈ വിഷയം അവിടെ നിന്നോട്ടെ, അലോകിനെ കണ്ടു, അവർ തമ്മിലൊരു വഴക്കുണ്ടായി, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അമ്മയും അച്ഛനും ആദ്യമായിട്ട് വന്ന് കൃഷ്ണമംഗലത്തേക്ക് തന്നെ വിളിക്കുമ്പോൾ ഞാൻ പൊക്കോട്ടെ എന്ന് ആര്യനോട് ചോദിച്ച് ഒരു സമ്മതം വാങ്ങി പോവായിരുന്നു എങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരുന്നു. കാരണം ഒരു മകളെപ്പോലെയാണ് ആ വീട്ടിൽ മിത്രേനെ ഗോമതിയും ബാലനും, മീനാക്ഷിയാണെങ്കിൽ എല്ലാ കാര്യത്തിനും മിത്രേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏട്ടത്തിയാണ്. ദേവി അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും കൊടുക്കും. പിന്നെ അവളുടെ പഠിത്തം, അതുപോലെ അവളുടെ കരിയർ, അതൊക്കെ അവർ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട്. അവൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാണ്ട് വണ്ടി ഓടിച്ചും മറ്റും ചെയ്താണ് ആര്യൻ അവളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. ആ ഒരു കാര്യം കൺസിഡറേഷൻ പോലും ആര്യന് കൊടുക്കാണ്ട് മിത്ര ചെയ്തത് എന്തായാലും ശരിയായില്ല. പക്ഷേ മിത്രയ്ക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഗോമതി ഇങ്ങനെ പെട്ടെന്നാണ് അനന്തം വരുന്നു എന്നുള്ള കാര്യം അറിയണം. പക്ഷേ നമ്മുടെ ഇന്ദിരാമ്മ അവിടെ ഇങ്ങനെയൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് ഗോമതിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോമതിക്ക് ഉള്ളിലുണ്ട് ആര്യനും മിത്രയും തമ്മിൽ നല്ലൊരു യോജിപ്പിലാണ് പോണതുകൊണ്ട് മിത്രമോൾ ഒരിക്കലും പോവില്ല എന്നതായിരുന്നു ഗോമതിയുടെയും ഒരു വിശ്വാസം. പക്ഷേ ആകെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് പോക്കായിപ്പോയി നമ്മുടെ മിത്രയുടേത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ അലോകിനെ, മിത്രമോളെ ഇങ്ങനെ കൃഷ്ണമംഗലത്ത് കൊണ്ടുവന്നു, ഇനിയിപ്പോൾ അലോകിനെയും കൂടെ ജയിലിൽ നിന്ന് ഇറക്കണം. ഇനിയിപ്പോൾ ഇതിൽ വരാൻ പോണത് അനുമോള് ഈ മിത്രയുടെ കേസും കൂടെ എടുത്ത് നമ്മുടെ ഗോമതിയും കൂടെ ആ അനുമോളുടെ അടുത്ത് പറയും, ഇതിനെല്ലാം കാരണം അലോകിനെതിരെ ആ കേസ് കൊടുത്തത് കൊണ്ടാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ അനുവിൻ്റെ ഉള്ളിൽ ഈ കേസ് അങ്ങ് പിൻവലിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2 ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്നല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം രാത്രി 9:30 നമ്മുടെ മഴതോരും മുമ്പേ സീരിയലും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്കിപ്പ് അടിക്കാണ്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.